ഏഴാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇനി എടുക്കാനുള്ളത്. അതിൻ്റെ അർത്ഥം ആദ്യം ശ്രദ്ധിക്കുക. ലാ യുഖാഫു അലൈക അൻ തൽതബിസ ത്വരീഖു അലൈക വഇന്നമാ യുഖാഫു അലൈക മിൻ ഉലബത്തിൽ ഹവാ അലൈക. അതാണ് ഹിക്മത്ത്. മനസ്സിലായില്ലേ? ലാ യുഖാഫു അലൈക. ഖാഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം അല്ലേ? ലാ യുഖാഫു അലൈക, നിന്റെ മേൽ ഭയപ്പെടുന്നില്ല. കണ്ടില്ലേ? എല്ലായിടത്തും ഇല്ലേട്. അൻ തൽതബിസ ത്വരീഖു, നിങ്ങൾ അല്ലേ ഇൽത്തിബാസ് ആകാന്നറിയില്ലേ? ഇൽത്തിബാസ് എന്താണ്? അത് ലിബാസാണ്. ഇൽത്തിബാസ് പറഞ്ഞാൽ ആകെ ആശയക്കുഴപ്പമാകുക. മനസ്സിലായില്ലേ? അതിനാണ് ഏത് പറയുക? ഇൽത്തിബാസ് പറയാം. അപ്പൊ ലാ യുഖാഫു അലൈക, നിന്റെ മേൽ ഭയപ്പെടുന്നില്ല. അൻ തൽതബിസ, നീ ഇൽത്തിബാസ് ആകലിനെ നിന്റെ മേൽ പേടിക്കുന്നില്ല. ഇൽത്തിബാസ് പറഞ്ഞാൽ ആകെ ആശയക്കുഴപ്പത്തിലാകലിനെ നീ പേടിക്കപ്പെടുന്നില്ല. അത്വരീഖ അലൈക, നിന്റെ മേലുള്ള യഥാർത്ഥ വഴിയെ. യഥാർത്ഥ വഴി ഏതാണ് എന്ന് നീ ആകെ കണ്ട് ആശയക്കുഴപ്പമായിട്ട് പറ്റ ഇടങ്ങാറായി നടക്കലിന് ഒരു സാഹചര്യം നിന്നിലുണ്ടാകലിന് ഒരു നിലക്കും പേടിക്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. മനസ്സിലായിട്ടില്ല അല്ലേ? അത് ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ഒരു ആശയക്കുഴപ്പത്തിലായിട്ട് ആകെ കണ്ട് ഇടങ്ങാറായി നടക്കുന്ന ഒരു ദയനീയമായ സാഹചര്യം നിന്റെ മേൽ വരലിന് ഒരിക്കലും ഈ നിലവിലെ സാഹചര്യത്തിൽ എന്തില്ല? പേടി ഇല്ല. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ഏതവസ്ഥയിലാണ് ജീവിക്കേണ്ടത്, ആകെ ആശയക്കുഴപ്പമായിട്ട് ഇടങ്ങാറായി തീരുന്ന ഒരു ദയനീയ സാഹചര്യത്തിൽ നീ എത്തും എന്ന വിഷയത്തിൽ അവിടെ ഒരിക്കലും പേടിക്കേണ്ട സാഹചര്യം ഇല്ല. അയമ്പ് പറയാൻ വഇന്നമാ യുഖാഫു അലൈക, തീർച്ചയായിട്ടും നിന്റെ മേൽ ഭയപ്പെടുന്നത് ഒരു വിഷയം മാത്രമാണ്. മിൻ ഉലബത്തിൽ ഹവാ അലൈക, നിന്റെ ദേഹേച്ഛ നിന്നെ കീഴടക്കലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പേടിക്കപ്പെടുന്നത്. നീ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിലല്ല ഇവിടെ ഭയം. ആ വിഷയത്തിൽ ഇവിടെ ആർക്കും പേടില്ല. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തെ കുറിച്ച് ഇവിടെ പേടിക്കേണ്ടതില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അറിയില്ലേ? ഇവിടെ പേടിക്കേണ്ട വിഷയം എന്താണ്? നമ്മുടെ ദേഹേച്ഛ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരാജയപ്പെടുത്താൻ പാടില്ല. ദേഹേച്ഛ നിന്നെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നീ എപ്പോഴും പേടിക്കേണ്ടത്. ഞാൻ ഏത് റൂട്ടിൽ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചല്ല നീ പേടിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞ ചുരുക്കം. അതായത് ഞാൻ ജീവിക്കാനുള്ള മാർഗങ്ങൾ ആകെ ആശയക്കുഴപ്പമാണല്ലോ എന്നൊരവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയാൻ ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ്, ഏത് റൂട്ടിൽ സഞ്ചരിക്കണം എന്ന വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാകേണ്ട അവസ്ഥ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾ പേടിക്കേണ്ടത് അയാളുടെ ശരീരം അയാളെ പരാജയപ്പെടുത്തുമോ എന്ന വിഷയത്തിൽ മാത്രമാണ് അയാൾ പേടിക്കേണ്ടത്. നമ്മൾ പറയാൻ കാരണം, നിന്റെ മേലെ വഴികൾ ധാരാളം ജീവിക്കാനുള്ള കാരണം എന്താണ്? ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ഇവിടെ അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, അതിന് നമുക്ക് ശരീഅത്ത് എന്താണ് നമ്മളെ ശരീഅത്ത് എന്ന് പരിശുദ്ധ ദീൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് അല്ലാഹു തആല നമുക്ക് അതിനുള്ള പറ്റിയ ആളുകളെ നിയമിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ ശേഷം ഇൽമ പഠിപ്പിക്കാൻ പറ്റിയ അർഹരായ ആളുകൾ ധാരാളം ഈ ഉമ്മത്തിലുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ശങ്കയിലേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. കാരണം ശരീഅത്ത് എന്താണ്, മറ്റുള്ള ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ എന്താണ്, ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഈമാൻ കൂടിയാലുണ്ടാകുന്ന ആത്മീയ തസവൂഫ് എന്താണ് എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ധാരാളം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്.
അതിലേക്ക് അറിയിക്കുന്ന, അതിലേക്ക് സഹായമാവുന്ന എല്ലാ വഴികളും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ആകെ അനിശ്ചിതത്വത്തിലാക്കിയിട്ട് ഒരു അവ്യക്തതയിൽ അള്ളാഹുവിൻ്റെ റസൂൽ എഴുതിയിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ആകെ ആശയക്കുഴപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്? അല്ല. അടിസ്ഥാന വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പിന്നെ സുന്നത്തിൻ്റെ വിഷയങ്ങളിൽ മറ്റുള്ള വിഷയങ്ങളാണ് പിന്നെ എന്തുള്ളത് ചില യോജിപ്പുള്ളത്. അടിസ്ഥാന വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം, നബിതങ്ങളുടെ പ്രവാചകത്വം, മലക്കുകളുടെ വിശ്വാസം, ഖുർആനിലെ വിശ്വാസം, ഹജ്ജ്, ഇസ്ലാം, ഇതിലൊക്കെ എന്താണ് ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നിസ്കാരത്തിൽ അതിനൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നിസ്കരിക്കണം എന്ന് നിസ്കാരം നീ ചെയ്തിട്ട് കുടുങ്ങോ അങ്ങനെ നീ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കരിച്ചിങ്ങനെ പോകണ്ട്, ഇനി ഇതൊക്കെ എവിടേക്കെത്തുക എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നീ ബേജാറാവേണ്ട ആവശ്യം നിനക്കില്ല. അല്ലെങ്കിൽ നമ്മളാല് നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ലാസ്റ്റ് കുടുങ്ങോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സുന്നത്തല്ലേ, അത് പിന്നെ നോക്കുക. എന്നാലും ഫർദായ കാര്യങ്ങൾ നീ എന്തൊക്കെ ചെയ്യണം, നീ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹലാല് വ്യക്തമാണ് എന്നാണ് ഹദീസിൽ. ഹലാല് വ്യക്തമാണ്, എല്ലാ മനുഷ്യനും അറിയാം എന്തൊക്കെയാണ് അള്ളാഹു തആല അനുവദിച്ചത് എന്ന്. അതറിയാത്ത ഒരു സാധാരണക്കാരും ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ അള്ളാഹു തആല അനുവദിച്ചു തന്നു, എന്തൊക്കെ അള്ളാഹു തആല അനുവദിക്കണില്ല എന്നറിയാത്ത ഒരു മുസ്ലിം സമുദായത്തിൽ കുറവല്ലേ. പിന്നെ വേറെ ചില ഏരിയകളുണ്ടാവും. പക്ഷെ സാധാരണ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലെന്തില്ല, അവ്യക്തത ഇല്ല. ഹലാല് വ്യക്തമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. നമുക്ക് എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല നമുക്കറിയില്ലേ? സംശയമുണ്ടോ? എന്തൊക്കെ പാടും എന്തൊക്കെ പാടില്ല എന്നറിയില്ലേ? കള്ളുപിടിക്കാൻ പാടില്ല, അത് വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, പലിശ പാടില്ല. ഇതറിയാത്തവരുണ്ടോ ദീനിൽ? അല്ലെങ്കിൽ നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ് വെക്കണം, സുന്നത്ത് നിസ്കരിക്കണം, ഇതറിയാത്തവരില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചില വിഷയങ്ങളുണ്ട്, ഹലാലാണോ ഹറാമാണോ എന്ന് അവ്യക്തമായ ചില വിഷയങ്ങളുണ്ട്. അത് പറഞ്ഞു തരാൻ പറ്റിയ വിശ്വസ്തരായ ധാരാളം ആലിമ്യങ്ങളും ഉണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. അത് നമുക്ക് വിശ്വസ്തനായ ഒരു ആലിമിനെ സ്വീകരിക്കുകയും ആ മതവിധി സ്വീകരിക്കുകയും ചെയ്യാം. ഇന്ന് ആലിമ്യങ്ങളെ കുറവ് ഇന്നില്ല, അന്നുമില്ല ഇന്നുമില്ല. ഇന്നും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മൗലവിമാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തടഞ്ഞു പോവുകയാണ്. അത്രയും ആലിമകൾ ഇന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇനി എന്തൊക്കെ ഒരു പിടുത്തം കിട്ടണില്ല, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ മര്യാദയ്ക്ക് ചെയ്യാനുള്ള അത്യാവശ്യം ആവറേജ് വിവരം ആർക്കുണ്ട്? എനിക്ക് ഉണ്ട്. പരിശുദ്ധ ദീൻ പൂർത്തിയായിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൂർത്തീകരണം ഖുലഫായികളുടെ മഹാന്മാരായ അയിമ്മത്തിൽ മുജ്തഹിദീങ്ങൾ അവിടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്ത് പറഞ്ഞു അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്താൽ മതി. ഒരു വിഷയം നമ്മൾ ദീൻ വളരെ ലളിതമാണ്. നമ്മൾ സ്വന്തമായി അടങ്ങേറായ ഒരു മസാല ഉണ്ടാക്കി കണ്ടുപിടിക്കേണ്ട ദയനീയാവസ്ഥ നമുക്കില്ല. അപ്പം നമ്മൾ പോലും ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്താണ്, വേറെ മാന്മാർ പറഞ്ഞത് എടുത്ത് വായിക്കണം. അല്ല ഞാൻ സ്വന്തമായി ഖുർആൻ എടുത്തോ ഹദീസ് എടുത്തോ ഗവേഷണം ചെയ്തിട്ടോ ഓരോന്ന് ജിത്യാ ചെയ്യാൻ നോക്കണോ? അല്ല. കാരണം നമുക്ക് ഇനി വന്നതും വരാൻ പോകുന്ന എല്ലാ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അതാത് സമയത്ത് ഇവിടെ ചോദിച്ചാൽ കിട്ടും, മസലകൾ കിട്ടും, അതിൻ്റെ നിയമങ്ങളുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അപ്പം ഞാൻ ഇനി എന്താ ഇനി ഏത് ഭാഗത്ത് എടുക്കാൻ പോവുക എന്ന വിഷയത്തിൽ വളരെ ലളിതമാണ് നമ്മളെ ദീന് എന്നാണ് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ കഴിയും, മുൻകാല സമൂഹത്തെക്കാളും വളരെ എളുപ്പമുള്ള ഒരു പ്രയാസമില്ലാത്ത ദീനാണ്. അതാ പറഞ്ഞത് ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. ഇനി ഹലാലും ഹറാമും തിരിയാത്തൊരു സാഹചര്യത്തിൽ നീ ദയനീയമാവുകയാണെങ്കിൽ അവിടെ അള്ളാഹു റസൂൽ ആരോട് ചോദിച്ചോട്ട് എനിക്ക് എന്ത് കിട്ടുന്നില്ല, ഹലാലും ഹറാമും പൊടുത്താൻ കിട്ടുന്നില്ല. ആ ഒരു ദയനീയത ഏത് മൗലവിമാരോട് ചോദിച്ചിട്ടുണ്ട്? മൗലവിമാർ തന്നെ ആലിമ്യങ്ങൾ തന്നെ ഉണ്ട് അഭിപ്രായം. എന്നാലും നിനക്ക് നിലപാടെടുക്കാം. എനിക്ക് സംശയമുള്ളത് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഒഴിവാക്കാം. സംശയമില്ലാത്ത പോയിട്ട് പിടിക്കാം. അപ്പം നീ പൂർണ്ണമായ എന്തായി, സുരക്ഷിതനായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും അല്ലാഹു തആല എളുപ്പം തന്നിട്ടുണ്ട്. വളരെ ലളിതമായ ശരീഅത്താണ് നമ്മളെ ശരീഅത്ത് തന്നിട്ടുള്ളത്.
അതിലേറ്റവും സംഗതി മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? എല്ലാ വിഷയത്തിലും, ഇപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം, ഏറ്റവും വലിയ അമലാണ്, ദീനിന്റെ അടിസ്ഥാനമാണ്, ദീനിന്റെ നെടുന്തൂണാണ് എന്നൊക്കെ പറയുന്ന ആ നിസ്കാരത്തിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കാനുള്ള നിയമങ്ങൾ ആര് ചെയ്തു തന്നിട്ടുണ്ട്? അല്ലാഹു തആല ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കുന്നത് പോലെ നീ രോഗിയാവുമ്പോൾ നീ എന്ത് ചെയ്യണ്ട? നീ നിസ്കരിക്കണ്ട. അല്ലെങ്കിൽ യാത്രയിൽ നിസ്കരിക്കണ്ട, യുദ്ധസമയത്ത് നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ നിനക്ക് വസ്ത്രമില്ലെങ്കിൽ, നമ്മൾ നാളെ പറയുന്ന ജമാഅത്തിൻ്റെ കാര്യത്തിൽ നല്ല വസ്ത്രമില്ലെങ്കിൽ ജമാഅത്തിന് വരെ നിനക്ക് എന്തുണ്ട്? ഉദറുണ്ട്. അപ്പം അല്ലാഹു തആല അത്രയും നീ ജീവിക്കാനുള്ള വളരെ എളുപ്പമായ ശരീഅത്ത് നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നീ ഖിബല അറിയില്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നീ മറന്നാൽ നിനക്ക് കുറ്റമില്ല, നീ ഉറങ്ങിയാൽ നിനക്ക് എന്തില്ല? പ്രശ്നമില്ല. അതാണ് യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്റ വലാ യുരീദു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്നാണ്. അല്ലാഹു തആല ഈ ദീൻ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. അല്ലാഹു തആല ഒരിക്കലും ഈ ദീൻ കൊണ്ട് നമുക്ക് എന്തില്ല? ഞെരുക്കം അത് ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹു തആല ഉദ്ദേശിച്ചില്ല. അള്ളാഹിന്റെ റസൂൽ ഒരിക്കലും എന്ത് ചെയ്തു? സുജൂദിൽ കിടക്കുകയായിരുന്നു. സുജൂദിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നാണ്. ശ്രദ്ധിക്കുക, സുജൂദിൽ നിന്ന് എഴുന്നേറ്റില്ല. കുറേ അങ്ങനെ സുജൂദിൽ കിടന്നപ്പോൾ ചില സഹാബികൾക്ക് തോന്നിപ്പോയി എന്നാണ്. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ വഫാത്തായോ എന്ന് തോന്നിപ്പോയി. ആർക്ക്? ചില സഹാബികൾക്ക്. എന്താ കാരണം? സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എഴുന്നേറ്റപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ പേടിച്ചു പോയി, നബിയെ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല എന്നോട് എന്ത് ചെയ്തു? ഒരു വിഷയത്തിൽ മുശാവറ ചെയ്തു. എൻ്റെ ഇഷ്ടം അല്ലാഹു തആല സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ മുൻകാല സമൂഹത്തിന് ഹറാമാക്കിയ പലതും അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്തു? ഹലാലാക്കി തന്നു. മുൻകാല സമൂഹത്തിന് ഒട്ടകമാംസം നിഷിദ്ധമായിരുന്നു, അതിൻ്റെ പാല് നിഷിദ്ധമായിരുന്നു, അതേപോലെ അതിൻ്റെ കൊഴുപ്പുകൾ നിഷിദ്ധമായിരുന്നു. മുൻകാല സമൂഹത്തിന് പള്ളിയിൽ വെച്ചിട്ട് തന്നെ നിസ്കരിക്കാൻ പാടുള്ളായിരുന്നു. അങ്ങനെ കുറേ സംഗതികളുടെയും അതൊന്നും അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല? നമുക്ക് നിയമമാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ആ നന്ദി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ സൂചിക്കുന്നത്. ഇന്നി ബുഇസ്തു ബിൽ ഹനഫിയത്തി സംഹ. അല്ലാഹു റസൂൽ പറയാണ്, വളരെ ലളിതമായ വളരെ കറകളഞ്ഞ ദീനുമായിട്ടാണ് അല്ലാഹു തആല എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബശ്ശിറു, നിങ്ങൾ ജനങ്ങളോട് സന്തോഷവാർത്ത, ഇതിൻ്റെ കാര്യത്തിൽ എപ്പോഴും എന്ത് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുക. വലാ തുനഫിറു, ആളുകളെ ആട്ടരുത് എന്നാണ്. ഓരോന്ന് പറഞ്ഞിട്ട് എനിക്ക് നടക്കൂല, അന്നപ്പോലത്തെ നടക്കൂല എന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഓരോന്ന് ഇത് കുടുങ്ങി, ഇത് എന്തായാലും ഇജ്ജ് പരലോകത്ത് പെടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദീനിന്റെ വിഷയത്തിൽ വെച്ചുകൊണ്ട് കടുപ്പം കൂട്ടിയിട്ട് ആളെന്ത് ചെയ്യാൻ പാടില്ല? ദീനിൽ നിന്ന് അയാളെ അകറ്റരുത്. ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനിലേക്ക് വരുന്ന ചില ആളുകൾക്ക് പല വിട്ടുവീഴ്ചയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലർ പറഞ്ഞില്ലേ, നിസ്കരിച്ചോളാം, പക്ഷെ റുക്കൂവും സുജൂദും ഒഴിവാക്കി തന്നെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂവും സുജൂദും ചെയ്യണ്ട എന്നാണ് ആര് പറഞ്ഞത്? ചിലർ പറഞ്ഞത് എന്താണ്? അങ്ങനെ പലതും പറഞ്ഞു. ചിലർ നിസ്കാരം ഒഴിവാക്കി തന്നാൽ മതി, ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചോളാം. ഒരു സഹാബി വന്നിട്ട് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 5 വക്ത് രാവിലെ അത് ഒഴിവാക്കി തരണം, ബാക്കി 4 വക്ത് നിസ്കരിച്ചോളാം എന്നാണ്. അങ്ങനെ ആയിക്കോട്ടെ എന്നാര് പറഞ്ഞു? മുസ്ലിം പറഞ്ഞു. പിന്നെ അദ്ദേഹം സ്വീകരിച്ചു. അതൊക്കെ തന്നെ അത് നടക്കൂല, എന്നാ രീതിക്ക് കിടക്കണ്ട, ഒരു പരിപാടി നടക്കൂല. പൻ്റെ പണിയൊക്കെ പോയിക്കോ, ഇങ്ങോട്ട് കിടക്കണം, ഇവിടെ ആവശ്യമില്ല, അവിടെ എണ്ണം തേഞ്ഞിക്കണ് എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അയാളെ അകറ്റേണ്ട ആവശ്യമില്ല. അയാൾ എന്ത് ചെയ്യണം? നമ്മളതിലേക്ക് അടുപ്പിക്കുക. അപ്പൊ അയാൾക്ക് 4 കിട്ടിയ അത്ര കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അയാൾക്ക് ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. വളരെ ലളിതമാണ്. അതത്ര ഇടങ്ങേറുള്ള വിഷയമൊന്നുമല്ല. കുറേ ആണ്ട് പറഞ്ഞ് എന്താ കാട്ടാന്ന് പറഞ്ഞ ദയനീയാവസ്ഥയ്ക്ക് നീ പോകേണ്ട ആവശ്യമില്ല. വളരെ ലളിതമാണ്. അതാണ് ഒരു സഹാബി എന്ന റസൂലാണ് ചോദിച്ചത്, നബിയെ ഞാൻ ചെയ്യേണ്ട ഫർദായ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം എന്നാണ്. റസൂൽ പറഞ്ഞു, നീ അശ്ഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹ ഇല്ല വിശ്വസിക്കുക, ഞാൻ നബിയാണ് വിശ്വസിക്കുക, വതുഖീമ സ്വലാത്ത, നീ നിസ്കാരം നിലനിർത്തുക, ഹജ്ജ് ചെയ്യുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലാണ് 5 വക്ത് നിസ്കരിക്കുക എന്നാണ് അല്ലാഹു തആല ഫർളാക്കിയത്. അപ്പോൾ ആ സഹാബി ചോദിച്ചു എന്നാണ്, ആയിക്കോട്ടെ എന്നാ നബിയെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. നീ 5 വക്തിൽ ഏറെ ഞാൻ കൂട്ടൂല, വേറൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, കുറക്കൂല.
ആ 5 വക്ത് ഫർദ് അങ്ങനെ ഞാൻ ചെയ്യും, സുന്നത്ത് നിസ്കരിക്കൂല, ആ കറക്റ്റ് ഫർദ് ഞാൻ ചെയ്യും, അത് ഞാൻ മുടക്കൂല, അതിൽ കുറവും വരുത്തൂല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി തിരിച്ചു പോയപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, അയാൾ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആരാണ്? അയാൾ സ്വർഗാവകാശിയാണ്. ദീന്റെ കാര്യം അത്രേ ഉള്ളൂ. 5 വക്ത് നിസ്കരിക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? അത് ജമാഅത്തിന് പോയാൽ അത്രയും നന്നായി. പിന്നെ സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിച്ചിട്ട് പിന്നെ ഒരു ഫിത്തനും ഫസാദില്ലാതെ മിണ്ടാതിരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. അത്രയല്ലേ ഉള്ളൂ. എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട് ഇടങ്ങാറായി ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്ക് കൂടുതൽ ഇബാദത്ത് എടുക്കണമെങ്കിൽ പല മേഖലയിലേക്ക് സുന്നത്തായ കാര്യങ്ങൾക്ക് പോകാം. പക്ഷെ നീ ഏറ്റവും കൂടുതൽ നിന്റെ മേൽ ദീനിന്റെ വഴികൾ പല രീതിയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, നീ ആശയക്കുഴപ്പത്തിലാകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നിന്റെ മേൽ പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണ്? നിന്റെ മേൽ പക്ഷെ നീ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട്. ദീന് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നല്ല നീ പേടിക്കേണ്ടത്, അതിനിപ്പോ പരിഹാരമായി. നീ പേടിക്കേണ്ടതാണ് നിന്റെ ശരീരം നിന്നെ പരാജയപ്പെടുത്തലിനെ നീ പേടിക്കണം. അതെപ്പോഴും നീ പേടിക്കേണ്ട സംഗതിയാണ്. നിന്റെ ശരീരം നിന്നെ പരാജയപ്പെടുത്തും, അത് നീ പേടിക്കണം. അത് ചിലപ്പോൾ എന്താവും? വലിയ പരാജയമാകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത നമ്മൾ കാക്കുമാറാട്. അപ്പം നേരത്തെ പറഞ്ഞൊക്കെ ചിലപ്പോൾ എന്താവും? ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അതാണ് മഹാന്മാർ പറഞ്ഞത്. നമ്മൾ ഏറ്റവും വലിയ പേടിക്കേണ്ടത്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടമാകണം എന്ന് നമ്മൾ പറഞ്ഞ പോലെ മഹാന്മാർ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെയാണ് എന്നാണ്, പിശാചിനേക്കാൾ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു 70 പിശാചിനേക്കാൾ കടുപ്പം ഇതിനുണ്ട്, നമ്മുടെ ശരീരത്തിനുണ്ട്. മഹാന്മാർ പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തിന്മയല്ലാതെ വേറൊന്നും ശരീരം ആരോട് പറയൂല, നമ്മളോട് പറയൂല. എപ്പോഴും അതിനെന്തുണ്ടാവും? എപ്പോഴും തിന്മയെ ശരീരം കൽപ്പിച്ചുകൊണ്ടിരിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ശത്രുക്കളിൽ ഏറ്റവും കടുപ്പം കൂടിയ ശത്രുക്കൾ മഹാന്മാർ എണ്ണിയത് ഏതിനെയാണ്? നമ്മുടെ ശരീരത്തിനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പരീക്ഷണം വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം ശരീരം വഴിയുള്ള ഏതാണ്? പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ വെച്ച് ഏറ്റവും ഇടങ്ങേറുള്ള ചികിത്സ ഏതിൻ്റെ ചികിത്സയാണ്? ശരീരത്തിൻ്റെ ചികിത്സയാണ്. അതാണ് ഏറ്റവും വലിയ ഇടങ്ങാറ് പിടിച്ച രോഗവും ഏറ്റവും ഇടങ്ങാറ് പിടിച്ച മരുന്ന് എന്നാണ് മഹാന്മാർ പറയുന്നത്. 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് ഏറ്റവും വലിയ അപകടകാരിയാണെന്ന് മനസ്സിലാക്കാം എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മഹാന്മാർ പറയുന്നത്, ഒന്ന് ശരീരം നമ്മളെ ശത്രുവാകുന്ന, ഒന്ന് നമ്മളെ ആന്തരികമായ ശത്രുവാണ്. ഏത്? നമ്മുടെ ശരീരം. നമ്മളിൽ നിന്നുള്ള ശത്രു, മറ്റേ പുറത്തെ ശത്രുവാണ്. ഇവിടെ കള്ളൻ എവിടെ തന്നെയാണ്? വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിന്റെ ഉള്ളിലുള്ള കള്ളനെ കണ്ടുപിടിക്കാൻ എന്താണ്? കുറച്ച് പ്രയാസമാണ്. അതാണ് മഹാന്മാർ പറയുന്നത്. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ ഒരു കവിതയിൽ കാണാം, നഫ്സി ഇലാ ദറനി ദാഇ, ശ്രദ്ധിക്കുക, എന്റെ നഫ്സത എന്നെ ഇടങ്ങാറിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. തുക്സിറു അസ്കാമി വഔജാഇ, എന്റെ വേദനകളും പ്രയാസങ്ങളും അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈഫഹ്തിയാലി മിൻ അദുവിൻ ഇദ, എങ്ങനെയാണ് ഒരു ശത്രുവിൽ ഞാൻ ജാഗ്രതനായിരിക്കുക? കാന അദുവി ബൈന അദ്ലാഇ, ആ ശത്രു എൻ്റെ വാരിയലിൻ്റെ ഉള്ളിലാണ്. എൻ്റെ വാരിയലിൻ്റെ ഉള്ളിലുള്ള ശത്രുവിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഞാൻ സുരക്ഷിതനാവും എന്ന് പറഞ്ഞ മഹാന്മാർ പറഞ്ഞ കാണാം. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ ശത്രുവാവുകയാണ്. ഒന്ന് നമ്മളിലുള്ള ശത്രുവാണ്, രണ്ടാമത് നമ്മൾ സ്നേഹിക്കുന്ന ശത്രുവാണ്. ശ്രദ്ധിക്കണം, നമ്മൾ സ്നേഹിക്കുന്ന ശത്രുവാണ് നമ്മുടെ ദേഹച്ച എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ശത്രുവാണ്. ഒരിക്കലും ശത്രുവെ നമ്മൾ എന്ത് ചെയ്യില്ല? സ്നേഹിക്കൂല. ഇവിടെ നമ്മൾ സ്നേഹിക്കുന്ന ഏക ശത്രുവേ ഉള്ളൂ, അതേതാണ്? നമ്മുടെ ശരീരമാണ്. കാരണം അതുകൊണ്ടാണ് അതിൻ്റെ ന്യൂനതകളും പരാജയങ്ങളും നമ്മൾ കാണാത്തത്. ശരീരത്തിൽ ഒരുപാട് പരാജയ ന്യൂനതകളുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. കാരണം നമുക്കതിൻ്റെ പ്രവൃത്തി ഇഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭൂലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ആദ്യത്തെ തിന്മ നടന്നത് ശരീരത്തിൻ്റെ ദേഹേച്ഛയുടെ ഭാഗമായാണ്. അത് ഏതാണ് തിന്മ? ലോകത്ത് ആദ്യമായി സംഭവിച്ച തിന്മ ഏത് തിന്മയാണ്? ഹാബീലും കാബീലിന് മുമ്പ് ലോകത്ത് തിന്മ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി സംഭവിച്ച തിന്മ ഏതാണ്? നമുക്കറിയണതാണ്. മാനന്തവാടിയാണ്.
ആ അതിന്റെ മുമ്പ് ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് സംഭവിച്ച പയം തിന്നാൻ പറഞ്ഞത് തിന്മയാണ്. അതൊരു വീഴ്ചയാണ്. അതിന് മുമ്പ് സംഭവിച്ച വീഴ്ച ഇബ്ലീസിന്റെ വീഴ്ച നമുക്കറിയാം അല്ലേ? ഇബ്ലീസിന്റെ വീഴ്ച എന്താണ്? അത് ഏതിന്റെ ഭാഗമാണ്? അത് ദേഹേച്ഛയുടെ ഭാഗമാണ്. അന്ന് 80,000 വർഷം ഇബാദത്ത് നടത്തിയിരുന്ന ഇബ്ലീസ് ലലാലത്തിന്റെ വഴികേടിന്റെ സമുദ്രത്തിലേക്ക് അല്ലാഹു തആല തള്ളിയിട്ട് കാലാകാലം ശപിക്കപ്പെട്ടവനായി മാറ്റി. അന്ന് ശൈത്താനെ അവിടെ പയപ്പിക്കാൻ ഒരു മഖ്ലൂക്ക് ഉണ്ടായിരുന്നില്ല. വേറെ ശൈത്താൻ ഉണ്ടായിരുന്നോ? ശൈത്താനെ പയപ്പിക്കാൻ വേറെ ശൈത്താൻ ഉണ്ടോ? ഇല്ല. അന്ന് ശൈത്താനെ പയപ്പിച്ചത് എന്താണ്? ശൈത്താന്റെ ദേഹത്തിന്റെ ഏതാണ് ഇഷ്ടമാണ്. കാരണം ശൈത്താൻ എന്ത് ചെയ്തു? അവളെ ദേഹത്തിന്റെ ഇഷ്ടമായ അസൂയ, അതുപോലെ അഹങ്കാരം, അതെന്ത് ചെയ്തു? അത് ശൈത്താനെ ബാധിച്ചു. അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? പിശാചിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ ശപിക്കപ്പെട്ടവനായി കാലാകാലം മാറി. അവ ലോകത്ത് ആദ്യമായി സംഭവിച്ച തിന്മ ശരീരത്തിന്റെ ഭാഗമാണ്. പിന്നീട് സംഭവിച്ചതും ശരീരത്തിന്റെ ഭാഗമാണ്. ആദം നബി അലൈഹി ഇസ്ലാം പയം ഭക്ഷിച്ചത് അതെന്താണ്? ഹിർസാണ്. കാലാകാലം നിലനിൽക്കണമെന്നുള്ള ശരീരത്തിന്റെ ഏതാണ്? അതിമോഹമാണ്. അവിടെ എന്ത് ചെയ്തത്? അവിടെ ശൈത്താൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ശൈത്താൻ നല്ലതൊന്നും പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ശൈത്താൻ പറ്റിക്കും എന്നൊക്കെ ശപിക്കപ്പെട്ടവനാന്നൊക്കെ അറിഞ്ഞിട്ടും ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തത് ആ കാലാകാലം നിലനിൽക്കാൻ പറ്റുമെന്നുള്ള ആ അതിമോഹമാണ് ആദം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്ത് ആ പയം നിന്നിലേക്ക് ഭക്ഷിപ്പിച്ച്. അത് ശരീരത്തിന്റെ തിന്മയാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം പുറത്തുപോയി, കാലാകാലം സന്താനങ്ങൾ എന്ത് ചെയ്ത് പുറത്തുപോയി. പിന്നെ ഭൂമിയിലേക്ക് എത്തിയ ശേഷം കാബീലിന്റെ അതും എന്താണ്? അസൂയയുടെ ഭാഗമാണ്. ഹാറൂത്ത് മാറൂത്ത് അവരിൽ സംഭവിച്ച് ദേഹേച്ഛയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ പേടിക്കുന്ന സംഗതി എന്താണ്? ശരീരം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ദേഹേച്ഛ നമ്മളെ കീഴ്പ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പേടിക്കേണ്ടത്. തീർച്ചയായിട്ടും നീ അല്ലാതെ എന്ത് ചെയ്യണ്ട, ഞാൻ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, ആകെ കുടുങ്ങിയല്ലോ, വഴി ഏതാണ് എന്നറിയാത്ത അനിശ്ചിതത്വം നിന്റെ മുമ്പിലില്ല. എനിക്ക് മാന്യമായ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഇനി ഒന്നും അറിയില്ല, കുറേ സംശയങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കിയാലും 5 വക്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആർക്കൊന്നില്ല അഭിപ്രായത്തില്ല, ദ്വാരക്കണ വിഷയത്തിൽ അഭിപ്രായത്തില്ല. ഇനി കൂട്ടല്ലെങ്കിൽ ഒറ്റയ്ക്ക് ദ്വാരക്കാം, എന്നാലും അള്ളാഹുവിലേക്ക് അടുക്കാം, രാത്രി സമയങ്ങൾ പകൽ സമയങ്ങൾ ഉപയോഗപ്പെടുത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അത് നിനക്ക് ജീവിക്കാനുള്ള വഴി ഇവിടെ എളുപ്പമാണ്. പക്ഷെ നിന്റെ ശരീരം നിനക്ക് പെടുത്താന്നുള്ളത് എന്താണ്? അത് നീ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നീ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതാണ് ആ പറഞ്ഞ ചുരുക്കം. അള്ളാഹു തആല അവസ്ഥയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.